എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പുകൾ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ടോപ്പിക്കുകൾ നോക്കാമേ. അവിടെ ഒരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ബാർ മാഗ്നറ്റ് ആണ് അല്ലേ. ഈ ബാർ മാഗ്നറ്റ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഇവിടെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. ഒരു എന്താണ് ബാർക്കാന്തം എടുത്ത് വെച്ച് അതിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. അത് സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും എപ്പോഴും അലൈൻ ചെയ്ത് നിൽക്കുന്നത്? നമുക്കറിയാം എപ്പോഴും എങ്ങനെയാണ് ഭൂമിയില്ലേ. ഭൂമി നമുക്കറിയാം, ഭൂമി എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്ത് നിൽക്കുന്നത് അല്ലേ. നോർത്ത് സൗത്ത് വീഴാൽ ഈ ഒരു രീതിയിലായിരിക്കും അത് എപ്പോഴും അത് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഡ് എ ബാർ മാഗ്നറ്റ് ഫ്രീലി യൂസിങ് എ സ്ട്രിങ് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് അലൈൻ? ഏത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്ത് നിൽക്കുന്നത്? അത് എവിടെ കണ്ടോ? ഇറ്റ് ഓൾവേസ് അലൈൻ ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ എങ്ങനെയാണ് തെക്ക് വടക്ക് ദിശ കേട്ടോ, തെക്ക് വടക്ക് ദിശയിലായിരിക്കും അതവിടെ നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ താഴെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയും കേട്ടോ. മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ കാന്തിക കോമ്പസ് എന്നൊക്കെ പറയും. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയാറുണ്ട്, മാഗ്നറ്റിക് കോമ്പസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മാഗ്നറ്റിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അത് ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷൻ, നോർത്ത് അങ്ങോട്ടോ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഈ ഒരു മാഗ്നറ്റിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഈ കാന്തിക കോമ്പസ് അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് കോമ്പസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായത്? അതായത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. കാന്തങ്ങളുടെ ഈ ദിശാസൂചക സ്വഭാവം പ്രയോജനപ്പെടുത്തിയാണ് ഈ കാന്തിക കോമ്പസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതായത് കാന്തം എങ്ങനെയായിരിക്കും എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡയറക്ഷൻ ദിശയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണെന്നുള്ള പറഞ്ഞത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ദിസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിൽ ഈ പ്രോപ്പർട്ടിയാണ്, ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത്. എ കോമ്പസ് ഈസ് എ ഡിവൈസ്. എന്താണ് കോമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇത് അവിടെ ഉണ്ട് കേട്ടോ. എ കോമ്പസ് ഈസ് എ ഡിവൈസ് വിത്ത് എ സ്മോൾ മാഗ്നറ്റിക് നീഡിൽ ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ കാണാമല്ലോ. ഇവിടെ എന്താണ് ഒരു നീഡിൽ കാണും. ഇതാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ അതിലൊരു നീഡിൽ കാണും. ആ നീഡിൽ എങ്ങനെയാണ് അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു ചെറിയ കാന്തസൂചി സ്വതന്ത്രമായി കറങ്ങാൻ പാകത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയായിട്ടും അലൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഉള്ളിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നോക്കി, ഇത് കണ്ടല്ലോ ഈ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നോക്കി നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഡിവൈസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫോണിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫോണിലെ ലാപ്ടോപ്പിലും ടാബിലും അതുപോലെ തന്നെ വെഹിക്കിൾസിൻ്റെ വാഹനങ്ങളിലൊക്കെ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടോ, അവിടെയൊക്കെ നമ്മൾ എന്താണ് ഈ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം നമുക്ക് ഡയറക്ഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ്. അത് ഡിജിറ്റൽ രൂപത്തിലും ഉണ്ട്. ഡിജിറ്റൽ കോമ്പസ് എഴുതിയിരിക്കുന്നത് ഡിജിറ്റൽ രൂപത്തിലൊക്കെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് കോമ്പസ്. ഡയറക്ഷൻ, മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം, ഇതിങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞു. എർത്തിലിങ്ങനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് അത് ഫ്രീ ആയിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്നത്? നമുക്കറിയാം എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എർത്തിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. നമുക്കറിയാം എർത്ത് എന്ന് പറഞ്ഞ ഒരു ജയന്റ് മാഗ്നറ്റ് ആണ് ഇല്ല, ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഈ മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും എങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്? ഭൂമി ഇല്ലേ. ഭൂമി എന്താണ്? ഭൂമിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭൂമിയിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് മൂലമാണ് എപ്പോഴും എന്താണ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കാൻ കാരണം. ക്ലിയർ ആയല്ലോ? ഈ ഭൂമി ഉണ്ടല്ലോ, ഭൂമിയുടെ നമുക്കറിയാം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് കാമ്പിൽ ഇല്ലേ, ക്രസ്റ്റിലേക്ക് ചെല്ലു കഴിയുമ്പോൾ അവിടെ നിന്നാണ് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള എന്തൊക്കെയാണ് അയണും കേട്ടോ. മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അയണും അതുപോലെ തന്നെ നിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. നിക്കല്, അയൺ ഇതൊക്കെ എങ്ങനെയാണ്
മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നിക്കൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, കണ്ടല്ലോ തന്നെ മാഗ്നറ്റ് ഇല്ലേ, നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന മാഗ്നറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞായിരുന്നു. അൽനിക്കോ കാന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ എന്താണ്, നിക്കലാണ് കാന്തത്തിന്റെ ഒരു മാഗ്നറ്റിന്റെ ഒരു പറഞ്ഞിരിക്കുന്ന നിക്കലാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം ഈ എർത്തിൽ എന്തുണ്ട്, എർത്ത് എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു. ആ എർത്തിൽ എന്താണുള്ളത്, അയണും അതുപോലെ തന്നെ നിക്കലും ഒക്കെ മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അതാ നോക്കി അയണും നിക്കലും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞു അല്ലേ. ഭൂമിയുടെ കാന്തിക സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി എർത്തിനുണ്ടെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്, അതിൻ്റെ എർത്തിൻ്റെ ക്രസ്റ്റിൽ എന്താണ് അയണും നിക്കലും ഒക്കെ എന്താണ് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഉരുകിയ സ്റ്റേറ്റിലാണ്. ഇതെങ്ങനെയാണ്, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം മൂവ് ചെയ്യുമ്പോൾ എന്താണ് അത് അവിടെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുവാണ് ചെയ്യുന്നത്. ശരിയല്ലോ. അപ്പം നമുക്കറിയാം മാഗ്നറ്റിന് എന്തുണ്ട്, നമ്മൾ കണ്ടായിരുന്നു മാഗ്നറ്റിനെ സംബന്ധിച്ചോളം എന്താണ്, ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അതിന് എന്തുണ്ട്, നോർത്ത് സൗത്ത് പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഭൂമിക്ക് എന്താണ് കാന്തിക ഉത്തരധ്രുവവും കാന്തിക ദക്ഷിണ ധ്രുവവും ഉണ്ട് നമുക്ക് പറയാം. അതായത് മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഭൂമിക്കുണ്ട്. ഇതാ ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ, ഭൂമിയെ കണ്ടോ, ഭൂമി ഇതാണ് അല്ലേ. ഭൂമിയുടെ എന്തെയും മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ട്. അത് അവിടെ നോക്കി നോർത്ത് അല്ലേ, മാഗ്നറ്റിക് നോർത്ത് പോളാണ്. കാരണം ഇതിന് എന്തുണ്ട്, അയണും നിക്കലും ഒക്കെ ഉണ്ട്. അപ്പം എന്താണ് അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഇതാ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ക്ലിയർ ആണെന്നുള്ള പറഞ്ഞത്. പക്ഷേ നമ്മുടെ ജിയോഗ്രഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നോർത്ത് പോളും സൗത്ത് ജിയോഗ്രഫിക് ഇതുണ്ടല്ലേ, ജിയോഗ്രഫിക് നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഇതുണ്ടല്ലോ, ജിയോഗ്രഫിക് നോർത്ത് പോള് ജിയോഗ്രഫിക് സൗത്ത് പോളും ഒക്കെ ഇവിടെയുണ്ട്. എർത്തിനും എന്താണ് മാഗ്നറ്റിക് നോർത്ത് പോളുണ്ട്. ക്ലിയർ ആണെന്നുള്ളത്. എനിക്ക് നോർത്ത് ഈ ജിയോഗ്രഫിക് നോർത്ത് പോൾ ഇവിടെയാണ് വരുന്നത്, മാഗ്നറ്റിക് സൗത്ത് പോൾ ഇതാ ഇവിടെയാണ് വരുന്നത്. കാരണം എന്താണ് ഓപ്പോസിറ്റ് പോൾസ് ആയത് അട്രാക്ട് ചെയ്ത് നിൽക്കും. ഇതാണെന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ് നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ഇത് എന്താണ് ഈ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്ത് നിൽക്കാൻ കാരണം ഓൾറെഡി എന്താണ് നേരത്തെ ഒരു മാഗ്നറ്റാണ്, മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്. ക്ലിയർ ആയല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതാ നോക്കൂ കേട്ടോ. വൈ ഡസ് എ മാഗ്നറ്റിക് കോമ്പസ് ഓൾവേസ് ഷോ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ? അതിന് കാരണം എന്താണ്, അത് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം. മനസ്സിലാക്കോട്ടോ, ആൻസർ ആണ് കേട്ടോ. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലമാണ് എന്താണ് മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. നമുക്കറിയാം എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബിഗ് മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് പോൾസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു കാന്തമാണ് എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ എർത്തിന് എങ്ങനെയാണ് പോൾസ് വരുന്നത്, അതിന്റെ റീസൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താ, എർത്ത് മാഗ്നറ്റിക് നേച്ചർ ഈസ് കോസ്ഡ് ബൈ, റീസൺ എന്താണ്, ദ മൂവ്മെന്റ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മോൾട്ടൺ അയൺ ആൻഡ് നിക്കൽ ഇൻ ഇറ്റ്സ് ഇന്നർ കോർ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഭൂമിയുടെ അകക്കാമ്പിൽ എങ്ങനെയാണ് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള അയണും നിക്കലും ഉണ്ട് അല്ലേ. അതെങ്ങനെയാണ്, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണെന്നാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓൾറെഡി എർത്തിന് വന്നു കഴിഞ്ഞു. നിക്കലും അയണും അല്ലേ, അപ്പം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതെന്താണ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് അതർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട് എർത്ത്. അപ്പോൾ എർത്തിനും എന്താണ് മാഗ്നറ്റിക് നോർത്ത് പോളുണ്ട്, മാഗ്നറ്റിക് സൗത്ത് പോളുണ്ട്. ഇപ്പം നോർമലി നമ്മളൊരു ബാർ മാഗ്നറ്റ് പറയുമ്പോൾ അതിന് നോർത്ത് പോളുണ്ട് സൗത്ത് പോളുണ്ട്. അതുപോലെ തന്നെ എർത്തിൽ അയണും നിക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് എർത്തിനും എന്താണ് ഒരു നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി ദ മാഗ്നറ്റിക് നോർത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ജിയോഗ്രഫിക് സൗത്ത് പോൾ ആൻഡ് ദ മാഗ്നറ്റിക് സൗത്ത് പോൾ ഈസ് നിയർ ദ ജിയോഗ്രഫിക് നോർത്ത് പോൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മാഗ്നറ്റിക് നോർത്ത് പോൾ, എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഉണ്ടല്ലോ, ഇതാ അതെങ്ങനെയാണ് ജിയോഗ്രഫിക് സൗത്ത് പോളിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്, നോർത്തും സൗത്തും വരുമ്പോൾ അട്രാക്ട് ചെയ്തിരിക്കും. അങ്ങനെയല്ലേ വരുന്നത്. അതായത് ഭൗമശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവം, അതായത് ജിയോഗ്രഫിക് സൗത്ത് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ആ ഭാഗത്താണ് കാന്തിക ഉത്തരധ്രുവം സ്ഥിതി ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് സൗത്ത് പോൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ജിയോഗ്രഫിക് സൗത്ത് പോൾ. ഇതാ നോക്കിയ ജിയോഗ്രഫിക് സൗത്ത് പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഇതാ ഈ പോർഷനായിട്ട് വരും. ജിയോഗ്രഫിക് സൗത്ത് പോൾ ഇവിടെയാണ്. ഇവിടെ ഏതാണ് വരുന്നത്, മാഗ്നറ്റിക് നോർത്ത് പോൾ വരും. അതുപോലെ തന്നെ ജിയോഗ്രഫിക് നോർത്ത് പോൾ ഉണ്ട്, അവിടെ എന്താണ് മാഗ്നറ്റിക് സൗത്ത് പോളും വരും. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഭൂമിയുടെ ഈ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി മൂലമാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് റീസൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതവിടെ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് മാഗ്നറ്റിക് നേച്ചർ ഓഫ് ദി എർത്ത് എ കോമ്പസ് ഹെൽപ്സ് അസ് ഫൈൻഡ് ഡയറക്ഷൻ.
ഇല്ലേ? കോമ്പസ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? നോർത്ത് സൗത്ത് അലൈൻ ചെയ്ത് നിൽക്കുക. അപ്പോൾ ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. The north pole of the compass needle always points towards the earth magnetic south pole and the south pole of the needle points towards the earth magnetic pole. അതായത് ഒരു കോമ്പസ് ഉണ്ട്, നമ്മളിപ്പോൾ കണ്ടില്ലേ കോമ്പസ്, കോമ്പസ് കണ്ടായിരുന്നു. കോമ്പസിന്റെ നോർത്തും സൗത്തും ഇല്ലേ? നോർത്തും സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഈ കോമ്പസിന്റെ എന്താണ് നോർത്ത് പോൾ? സപ്പോസ് എന്താണെന്ന് വെച്ചാൽ കോമ്പസിന്റെ നോർത്ത് പോൾ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഭൂമിയുടെ മാഗ്നറ്റിക് സൗത്ത് പോളിനോടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയുടെ സൗത്ത് പോളിനോടായിരിക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് പോൾ എങ്ങോട്ടായിരിക്കും നിന്നത്? ഭൂമിയുടെ നോർത്ത് പോളിനോട്ടുമായിട്ട് നിൽക്കുന്നത്. കാരണം എന്താണ്? നോർത്തും സൗത്തിൽ ഒന്നല്ലേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കട്ടെ, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് കോമ്പസ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ നിൽക്കാൻ കാരണം? മനസ്സിലായാലോ? എർത്ത് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ കാന്തിക ഇൻഫ്ലുവൻസ് മൂലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് മൂലമാണ് അത് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ക്ലിയർ ആയാലും അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ജയന്റ് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയൊക്കെയാണ് കാന്തങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മാഗ്നറ്റ് എങ്ങനെയാണ്? മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് മൂലമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, നോർത്ത് പോൾ ഓഫ് ദ കോമ്പസ് അതെങ്ങനെയാണ്? ഓൾവേസ് പോയിന്റ്സ് ടുവാർഡ്സ് ദ എർത്ത് മാഗ്നറ്റിക് സൗത്ത് പോൾ. എർത്തിൽ ഓൾറെഡി ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് എർത്തിന്. അപ്പോൾ നമ്മളൊരു നീഡിൽ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? നോർത്ത് പോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ടുവേഴ്സ് ദ എർത്ത് മാഗ്നറ്റിക് സൗത്ത് പോളിലോട്ട് നിൽക്കും. അതുപോലെ തന്നെ സൗത്ത് പോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതായത് നീഡിലിൻ്റെ മാഗ്നറ്റിക് കോമ്പസിന് സൗത്ത് പോൾ എങ്ങോട്ടായിരിക്കും നിൽക്കുന്നത്? എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളിലോട്ടുമായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് നമ്മളൊരു മാഗ്നറ്റ് നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാം. ക്ലിയർ ആയാലും നമുക്ക് കൃത്രിമമായിട്ടൊരു മാഗ്നറ്റ്, സപ്പോസ് നോക്കി ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഇവിടെ നമുക്ക് തന്നു, ഇതൊരു മാഗ്നറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു മാഗ്നറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് വേറെ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? എന്താണ്? ഒരു ആക്സോ ബ്ലേഡ് ആണല്ലേ? ഒരു ആക്സോ ബ്ലേഡ് ആണ്. ആക്സോ ബ്ലേഡ് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളതാ എന്ന് നോട്ട് ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടല്ലോ? കാണാമല്ലോ? ആക്സോ ബ്ലേഡ് ആണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇതാ ഇവിടെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാണാമോ? ഇതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ബാർ കാന്തം അല്ലെങ്കിൽ ബാർ മാഗ്നറ്റ് എടുത്ത് അതിൻ്റെ നോർത്ത് കേട്ടോ, ബാർ മാഗ്നറ്റ് എടുത്തിട്ട് അതിൻ്റെ നോർത്ത് ഇതാണ് കേട്ടോ, നോർത്ത്. ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് ഇതാണ്, ഇത് സൗത്തുമാണ്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് എടുത്തിട്ട് ഈ എ എന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട്, അതായത് ഈ ഫിഗർ കണ്ടോ? ഈ ഒരു ഡയറക്ഷൻ അതിങ്ങനെ നമ്മൾ ഉരസിക്കൊണ്ടിരിക്കുക. കുറേ പ്രാവശ്യം, 1-2 പ്രാവശ്യം ഒന്നുമല്ല, കുറേ പ്രാവശ്യം നമ്മൾ ഉരസിക്കൊണ്ടിരിക്കണം. ക്ലിയർ ആണല്ലോ? അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ഉരസിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം എന്തായിട്ട് മാറും? നോർത്തായിട്ട് മാറും. മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് വെച്ച് ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആക്സോ ബ്ലേഡിൻ്റെ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തായിട്ട് മാറും? അത് നോർത്ത് പോളായിട്ട് മാറും. അതായത് ഈ ഭാഗം എന്താണ്? നോർത്ത് പോളായിട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് പോയിന്റ് ഏതാണ്? അത് സൗത്ത് പോളുമായിട്ട് വരും. ക്ലിയർ ആണെന്നല്ലോ? അപ്പോൾ ഇങ്ങനെ നമ്മളെന്താണ് ഈ ആക്സോ ബ്ലേഡിനെ നമ്മൾ എന്താക്കി മാറ്റി? ഒരു മാഗ്നറ്റ് ആക്കി മാറ്റി. അപ്പോൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നോർത്തായി ഇല്ലേ? എ എന്ന് പറഞ്ഞ നോർത്തായി, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായി? സൗത്തായി. അപ്പോൾ അങ്ങനെ ഒരു നോർത്തും സൗത്തും വന്നെങ്കിൽ എന്തായിട്ട് മാറി? ഒരു മാഗ്നറ്റ്, ഈ ആക്സോ ബ്ലേഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ ആക്സോ ബ്ലേഡിനെ നമ്മളെന്താണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫുൾ ആക്സോ ബ്ലേഡ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നോക്കി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പോർഷൻ അതെന്തായിട്ട് മാറി? സൗത്ത് ആയിട്ട് മാറി. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എങ്ങനെയായിട്ട്? നോർത്തായിട്ട് നിൽക്കും. കാരണം ഇവിടെ ഏതാണ്? സൗത്താണ് വരുന്നത്. പിന്നെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ പിന്നെയും സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? ഒരു പോർഷൻ, അതായത് സ്പ്ലിറ്റ് ചെയ്ത ഒരു ഭാഗം നമ്മൾ ഓൾറെഡി നമുക്ക് ഇത് നോർത്താണെന്ന് അറിയാം. അപ്പം മറ്റേ സ്പ്ലിറ്റ് ചെയ്ത ഭാഗം എന്തായിട്ട് മാറും? സൗത്തായിട്ട് മാറും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതിനോട് അട്രാക്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് വന്നാലും അട്രാക്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പം ഇത് നോർത്താവും, പിന്നെ ഇത് സൗത്ത് ആവും. പിന്നെ ഇതിനെ കട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇത് നോർത്ത് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോർത്താണ്. ദെൻ മറ്റേ പോർഷൻ എന്തായിട്ട് മാറും? സൗത്ത് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ലാസ്റ്റത്തെ ഈ സെക്ഷൻ ഏതാണ്? സൗത്ത് ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷൻ ഏതാണ്? സൗത്ത് ആണ് ഇല്ലേ? അപ്പം മറ്റേ പോർഷൻ ഏതാണ്? നോർത്ത് ആയിരിക്കും.
ക്ലിയർ ആയല്ലോ? അപ്പം മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയാണ് ഡൈപോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. മാഗ്നറ്റ് എപ്പോഴും ഡൈപോൾ കേട്ടോ. ഡൈപോൾ എന്ന് വെച്ചാലാണ് 2 പോളുകൾ ഉണ്ടായിരിക്കും. ഒരിക്കലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗിൾ പോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യല. ഒരു മാഗ്നറ്റിന് എപ്പോഴും എങ്ങനെയാണ് 2 പോൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ല. അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ഡൈപോൾ ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് 2 പോളുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകം ഓർത്താണ്, മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയാണ് ഡൈപോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. സിംഗിൾ പോൾ ആയിട്ട് മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ഈ രീതിയിൽ നമുക്കൊരു മാഗ്നറ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും മറ്റൊരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട്. ക്ലിയർ ആയാലോ? വെറുതെ കുറച്ച് നേരം ഉരസിയാൽ പോരാട്ടോ, കുറേ നേരം നമ്മൾ ഉരസിക്കൊണ്ടിരിക്കണം കേട്ടോ, എങ്കിലും ഉള്ള അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി വരത്തുള്ളൂ. അതിനെ നമ്മൾ കട്ട് ചെയ്താലും പിന്നെ അതെങ്ങനെയാണ് സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യല, ഡൈപോൾ ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം ഈ രീതിയിൽ നമുക്ക് എങ്ങനെ കാന്തം നിർമ്മിക്കാം കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. വായിച്ച് നോക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയ മാഗ്നറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് സിംഗിൾ പോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യല, അതെപ്പോഴും ഡൈപോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇതാ അങ്ങനെ ആവുകയാണെങ്കിൽ എന്താ ഇവിടെ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഒരു കുട്ടി ഇല്ലേ, കുട്ടി ടീച്ചറും ആയിരിക്കും. അപ്പോൾ അത് അവർ സംശയം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഹൗ ക്യാൻ ഐഡന്റിഫൈ ദ പോൾസ് ഓഫ് ദിസ് റിംഗ് മാഗ്നറ്റ് ആൻഡ് യു മാഗ്നറ്റ്? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, പലതരത്തിലുള്ള മാഗ്നറ്റുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. റിംഗ് മാഗ്നറ്റും ഉണ്ട് ഇല്ലേ, റിംഗ് മാഗ്നറ്റ് ഉണ്ട്. ഇതാണ് റിംഗ് മാഗ്നറ്റ്. റിംഗ് മാഗ്നറ്റും അതുപോലെ തന്നെ എന്താണ് യു മാഗ്നറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പോൾസുകൾ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ റിംഗ് മാഗ്നറ്റ് നമുക്കറിയാം എങ്ങനെയാണ് റിംഗ് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പോർഷൻ ഉണ്ട്, മേളുഭാഗത്ത് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, അടിഭാഗത്തും പോർഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ തന്നെ മാഗ്നറ്റ് നീഡിൽ കൊണ്ടുവരിക, കോമ്പസ് കൊണ്ടുവരിക. അതിൻ്റെ റെഡ് എൻഡ് എപ്പോഴും കാണിക്കുന്നത് നോർത്തിനെയാണ് കേട്ടോ. റെഡ് എപ്പോഴും നോർത്തിനെയാണ് കാണിക്കുന്നത്. റെഡ് ഉണ്ടല്ലേ, നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ തൊട്ട് മുന്നത്തെ ചിത്രത്തിൽ തന്നെ കണ്ടില്ലായിരുന്നോ? റെഡ് എപ്പോഴും എന്താണ് നോർത്തിനെയാണ് കാണിക്കുന്നത്. അപ്പം എന്താണ് ആ നീഡിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ റെഡ് പോർഷൻ അല്ലേ, റെഡ് പോർഷൻ എങ്ങോട്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നതാണ്. റെഡ് അട്രാക്ട്, റെഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം നോർത്താണ് അല്ലേ. നോർത്ത് അട്രാക്ട് ചെയ്യണം. നോർത്ത് അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഏതായിരിക്കും? സൗത്ത്. നോർത്ത് സൗത്തിലേക്കല്ലേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ റെഡ് നമ്മൾ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം എന്തായിട്ട് മാറും? അത് സൗത്ത് ആയിരിക്കും. മറ്റേ ഭാഗം അല്ലെങ്കിൽ റിപ്പൽ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നോർത്ത് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ റിംഗ് മാഗ്നറ്റിൻ്റെയും അതുപോലെ തന്നെ യു മാഗ്നറ്റിൻ്റെയും ഒക്കെ നമ്മൾ പൊളാരിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ല പോൾസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നമുക്കറിയില്ല, നമ്മൾ എഴുതിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ആ റെഡ് ഭാഗം, റെഡ് എന്ന് വെച്ചാൽ നോർത്താണ്, അത് കൊണ്ടുവരുമ്പോൾ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പോർഷൻ സൗത്താണ്. റിപ്പൽ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അത് നോർത്ത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താ? ഇത് ഞാൻ ഹാക്സോ ബ്ലേഡ് എന്താണ് കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അപ്പം ഒരിക്കലും എങ്ങനെയാണ് ഏതൊരു ചെറിയ സ്മോൾ മാഗ്നറ്റ് ആയാലും അല്ലെങ്കിൽ സ്മോൾ പീസ് ആയാലും അത് എങ്ങനെയാണ് അതിന് 2 പോൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഓൺലി സിംഗിൾ പോൾസ് അത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യല്ല. ഡൈപോൾ ആയിട്ട് മാത്രമേ മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാഗ്നറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡൈപോൾ ആയിരിക്കും. സിംഗിൾ പോളായിട്ട് മാഗ്നറ്റ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഈ മാഗ്നറ്റ് ഉപയോഗിച്ച്, മാഗ്നറ്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് നീഡിൽ നമ്മൾ കണ്ടല്ലോ, മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതായത് കാന്തിക മണ്ഡല രേഖകൾ നമുക്ക് വരയ്ക്കാം. കാന്തിക മണ്ഡല രേഖകൾ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ടല്ല ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ എന്താണ് നിങ്ങളൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കുക കേട്ടോ. വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു മാഗ്നറ്റ് ഇവിടെ അങ്ങ് വെക്കുക. മാഗ്നറ്റ് വെച്ചിട്ട് മാഗ്നറ്റിൻ്റെ സൗത്തും നോർത്തും അങ്ങ് അടയാളപ്പെടുത്തുക. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ, അതായത് മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് ഈ നോർത്ത് ഭാഗത്ത് കൊണ്ടുവരിക. അതായത് ഈ നോർത്ത് ഭാഗത്ത് നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തറിയാം, നീഡിലെപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഇവിടെ വരുന്നത് നോർത്തും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നോർത്തിലേക്ക് നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ ഇങ്ങനെ നമ്മൾ ഡോട്ട് ഇടുക. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ ഈ കോമ്പസ് എടുത്തിട്ട് ഈ ഡോട്ട് ഇട്ട ഭാഗത്ത് നമ്മൾ സൗത്ത് വെക്കുക. അപ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് മറ്റേ ഭാഗം ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അടുത്ത പോയിന്റ് വന്നു.
പിന്നെ നമ്മൾ ഈ പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു. ഈ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ സൗത്ത് ഭാഗം വെക്കുക. അപ്പോൾ നോർത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ അതിൻ്റെ നോർത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഓരോ പോയിന്റ് ഇട്ട് വെക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മളിത് മാറ്റി വെച്ച് ഇതെല്ലാം കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ അപ്പോൾ വേറെ സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് കണ്ടോ, ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ലൈൻസ് പോയിന്റുകളെല്ലാം കണ്ടില്ലേ വെച്ചിരിക്കുന്നത്. നോർത്ത് ഇവിടെ വെച്ചു, മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെച്ചു, നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരെണ്ണം വെച്ചു. പിന്നെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ വേറെ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. കണ്ടില്ലേ? ഇങ്ങനെ നമ്മളെല്ലാം കുറേ പ്രാവശ്യം ഇങ്ങനെ വരച്ചിട്ട് അല്ലേ, ഇത് മാഗ്നറ്റ് നീഡിലിരിക്കുന്നതാണ്. പിന്നെ മാറ്റി നമ്മളെല്ലാം കൂടെ ആ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലായിരിക്കും ചിത്രം വരുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? നമ്മൾ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇവിടെ വരുന്നത്? നോർത്തിൻ്റെ ഭാഗത്ത് വരുന്നത് സൗത്ത് ആയിരിക്കും അല്ലേ? അപ്പം ഓപ്പോസിറ്റ് ഭാഗം നോർത്ത് ആയിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് നോർത്ത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആവുന്നല്ലോ? എപ്പോഴും ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓർത്തോളൂ കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ, ദിശ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. ഇപ്പോഴും ഓർത്തോണം, നമ്മൾ ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. അത് ഔട്ട്സൈഡ് നിന്നും കൂടെ ഓർത്തോളൂ കേട്ടോ. ഔട്ട്സൈഡ് ദ മാഗ്നറ്റിന്റെ പുറത്തുകൂടെ. ഇത് മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റിന്റെ പുറഭാഗത്തുകൂടെ എങ്ങനെയായിരിക്കും? നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. ഇതാ ഇങ്ങനെ ഡയറക്ഷൻ ഇങ്ങനെ പോയി. എന്നിട്ട് മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ കേട്ടോ. അപ്പം മാഗ്നറ്റിന്റെ ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ സൗത്ത് ടു നോർത്തും ആയിരിക്കും. ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ സൗത്ത് ടു നോർത്തും ആയിരിക്കും. അപ്പം പ്രധാനമായിട്ടും ഇൻസൈഡ് ദ മാഗ്നറ്റിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോർത്ത് ടു സൗത്ത് ആണ്. അതായത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നത് ക്ലിയർ ആയല്ലോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഔട്ട്സൈഡ് മാഗ്നറ്റിന്റെ പുറത്ത് എപ്പോഴും എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th ഈ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം 10th വരുന്ന പല കുട്ടികൾക്ക് ഇപ്പോഴും ഇത് ഡൗട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം ബേസ് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് ബേസ് ആണ്. ഈ മാഗ്നറ്റിസം കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. 10th നിങ്ങൾക്ക് 2 ചാപ്റ്റർ മാഗ്നറ്റിസമായിട്ട് വരണുണ്ട് കേട്ടോ. അപ്പം അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബേസ് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണ്? നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. ഡയറക്ഷൻ ഒക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? നോർത്ത് ടു സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ലൈൻസുകളൊന്നുമില്ല. നമ്മൾ ഇമാജിൻ ചെയ്യുവാണ് അങ്ങനെ ലൈൻസ് ഉണ്ടെന്ന് കേട്ടോ. അതിന് ഈ മാഗ്നറ്റിന്റെ ചുറ്റും എന്താണ്? മാഗ്നറ്റ് ഉണ്ടല്ലോ. ഈ മാഗ്നറ്റിന്റെ ചുറ്റും എന്താണ്? മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഒരു മാഗ്നറ്റ് ഇതാണ്. ഈ മാഗ്നറ്റിന് ചുറ്റും തന്നെ മാഗ്നറ്റിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസ് അറിയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ആ ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ മാറ്റി, അപ്പോൾ ഇതൊരു മാഗ്നറ്റാണ്. ഇവിടുന്ന് കുറേ മാറ്റി വെച്ച് നമ്മൾ വേറെ ഒരു എന്തെങ്കിലും വസ്തു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അട്രാക്ട് ചെയ്യണമെന്നില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തോട്ട് പോയി. മനസ്സിലാവുന്നുണ്ട്? അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതിന് നമ്മളൊരു ഇമാജിനറി ലൈനാണ് നമ്മളങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എന്താണ് ദിശ, ഡയറക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തോണം, അത് ക്ലോസ്ഡ് ലൂപ്പാണ് കേട്ടോ. അതൊരിക്കലും എന്താണ് കട്ട് ചെയ്തൊന്നും പോകുന്നത്, ക്ലോസ്ഡ് ആണ്. അത് എങ്ങനെ? നോർത്തിൽ നിന്നും സൗത്ത്, പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സൗത്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ സൗത്ത് ടു നോർത്ത് ആണ്. ഉള്ളിൽ പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? നോർത്ത് ടു സൗത്ത് ആണ്. അത് ക്ലോസ്ഡ് ലൂപ്പാണ് കേട്ടോ. ഓർത്താനം കേട്ടോ. കാന്തിക മണ്ഡല രേഖകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പാണ്. പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈ ഫ്രം നോർത്ത് ടു സൗത്ത് പോൾ ആയിരിക്കണം. ഇപ്പം ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാണ് കേട്ടോ. നോർത്ത് ടു അതാണ് പ്രധാനമായിട്ടുള്ളത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത് ആണ്. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ പോർഷൻ എല്ലാം എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാം കേട്ടോ. നമ്മളൊരു പേപ്പർ വെച്ചിട്ട് മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ നോർത്തിൽ നിന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നോർത്തിൽ നിന്നാണ് നമ്മൾ മാഗ്നറ്റ് നീഡിൽ വെച്ച് കഴിയുമ്പോൾ ഓരോരോ പൊസിഷനിലേക്ക് വെച്ച് കഴിയുമ്പോൾ നോർത്ത് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടെ നമ്മളൊരു പോയിന്റ് ഇടുക. അങ്ങനെ എല്ലാം കൂടെ വരച്ച് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇവിടുന്ന് വരച്ച് ഇങ്ങോട്ടും വരയ്ക്കാം. ഇങ്ങോട്ടും വരച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. ഈ രീതിയിലായിരിക്കും വരുന്നത്. നമ്മൾ ഓരോരോ പോയിന്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും. അടുത്തൊരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും.
ക്ലിയർ ആയല്ലോ? അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകും കേട്ടോ, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരും ഇതിലേക്ക് കേട്ടോ, ഇതിലേക്ക് ഇങ്ങനെ എടുത്തു. നമ്മളത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടില്ലെന്നുള്ളൂ. മനസ്സിലായില്ല? അതാ ഈ പോയി ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത് ഇടല്ലേ, ഈ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും, ഇതിങ്ങനെ പോകും കേട്ടോ, ഇങ്ങനെ പോകും. അടുത്തത് നമുക്ക് വരുവാണെങ്കിൽ ഇത് ഇങ്ങനെ വലുതായി ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ, ഇങ്ങനെ പോകും. ഇപ്പോൾ വേറെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടുന്നുണ്ടല്ലോ, ഇതൊക്കെ വേറെ ലൈൻസുകളൊക്കെ വന്ന് ഇതിങ്ങനെ റൗണ്ട് സൗത്തിലേക്ക്, എപ്പോഴും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്കായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അത് ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ, അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, മാഗ്നറ്റിക് കാന്തിക മണ്ഡലം ഉണ്ടല്ലോ, കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ ക്ലോസ്ഡ് ലൂപ്സ്. ഓർത്തനങ്ങോട്ടെ, ക്ലോസ്ഡ് ആണത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റിന്റെ പുറത്ത് എങ്ങനെയാണ്? ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു ദ സൗത്ത് പോള്. ക്ലിയർ ആയല്ലോ? ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് ഫ്രം എങ്ങനെയാണ്? നോർത്ത് പോൾ ടു സൗത്ത് പോള്. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ക്ലിയർ ആയല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവിടെ നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകതകൾ. ഇതാ നോക്കിയേ, നമ്മൾ വരച്ചു അല്ലെ, നമ്മൾ ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിലാണ് വരച്ചത്. അത് ഇവിടെ ഇങ്ങനെ ഇവിടെ എന്തുണ്ട്? സൗത്ത് ഉണ്ട്. ഇതാ ഈ ബാർ മാഗ്നറ്റ് ഇവിടെ ഇങ്ങനെയാണ്, സൗത്ത് ഉണ്ട്. 2 ബാർ മാഗ്നറ്റ് നമ്മൾ ഇവിടെ വെച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാൽ, അതിന്റെ കാന്തിക മണ്ഡല രേഖകൾ എങ്ങനെയാന്ന് നോക്കിയാൽ, ഫീൽഡ് ലൈൻസ് എങ്ങനെയാന്ന് നോക്കിയാൽ വന്നിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ 2 മാഗ്നറ്റ് ഇങ്ങനെ അടുത്തിരിക്കുന്നത്, അത് സെയിം പോൾസ് ആവുന്നിരിക്കുന്നത്. നമുക്ക് സെയിം പോൾസ് വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നില്ല. ഇതാ നോക്കി, നമ്മളൊക്കെ അറിയാം നോർത്തിൽ നിന്നാണ് വരുന്നത്. ഇതാ നോക്കി, അപ്പൊ നോർത്തിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഓരോന്നും നോർത്തിൽ നിന്ന് അങ്ങോട്ട് പോയിരിക്കുക, കണ്ടില്ലേ? ഇവിടുന്ന് ഇങ്ങനെ നോർത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കറങ്ങി ഇങ്ങോട്ടാണ് വരുന്നത്, ഓരോന്നും കറങ്ങി ഇങ്ങോട്ടാണ് വരുന്നത്. ഇതൊരിക്കലും ഓർത്തോണം, എന്താണ് കട്ട് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ഒന്നും ചെയ്യുമല്ലോ കേട്ടോ, മിക്സ് ആകത്തൊന്നുമില്ല. ഓരോന്നിനും ഓരോ പാത്താണ് കേട്ടോ, ഓരോ ലൈൻസിനും ഓരോ പാത്താണ്, ഒരിക്കലും മിക്സ് ആകത്തൊന്നുമില്ല കേട്ടോ. ഓർത്തോണം, എന്താ ഇങ്ങനെ നോർത്തിലേക്ക് ഓർത്തോണം, ഇതൊരിക്കലും ടച്ച് ചെയ്യുവല്ലോ കേട്ടോ, പരസ്പരം ഓരോ ലൈൻസും ഒരിക്കലും ടച്ച് ചെയ്യുവല്ലോ കേട്ടോ, പ്രത്യേകം ഓർത്തോണം. എന്താ ഇങ്ങനെ ഓരോന്നും വരുന്നു. കാരണം നോക്കിയപ്പം ഇവിടെ നമുക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വരാം കേട്ടോ. ഡയറക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 നോർത്ത് പോൾ വെക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് കണ്ടോ, അതൊക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട് കേട്ടോ. 2 നോർത്ത് പോൾസ് വന്നു കഴിഞ്ഞാൽ. ഇനി 2 മാഗ്നറ്റ് അവിടെ വെച്ചു, അവിടെ നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ നോക്കി എങ്ങനെയാണ് ചിത്രം വന്നിരിക്കുന്നുണ്ട്. ഈ 2 ചിത്രം വരയ്ക്കാൻ ചോദിക്കും കേട്ടോ. നോർത്ത് പോളും സൗത്ത് പോളും വന്നപ്പോൾ അട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്കറിയാം നോർത്തിൽ നിന്നാണ് സൗത്തിലേക്ക് പോകുന്നത്, കണ്ടില്ലേ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയി. ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മൾ ആരോ മാർക്ക് കൃത്യമായിട്ട് വരച്ചിരിക്കണം. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയി, കണ്ടോ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയി. ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? പിന്നെ ഇങ്ങനെ കുറെ മാക്സിമം പോകാവുന്ന എത്ര ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങോട്ട് പോകും. ബാക്കി എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെയും പോകും. മനസ്സിലായല്ലോ വരച്ചത്? ഇവിടെ നോക്കി, ഇവിടെ കുറച്ചെണ്ണം സൗത്തിലേക്ക് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഇവിടുന്ന് പോരുന്നത് വരച്ചിട്ടില്ലെന്നുള്ളൂ കേട്ടോ. അവിടുന്ന് പോരുന്നത് എങ്ങനെയാണ്? സൗത്തിലേക്കാണ് വരുന്നത്. അതാണ് ഇവിടെ സൗത്തിലേക്ക് വരുന്നതായിട്ട് വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോർത്തിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അത് സൗത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഒരുപാടുള്ള കാണിച്ചിട്ടില്ല. അത് സൗത്തിലേക്ക് വരുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോർത്തിൽ നിന്നും വരുന്നതാണ് സൗത്തിലേക്ക് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇത് 2 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കാൻ ചോദിക്കാൻ കേട്ടോ. 2 നോർത്ത് പോൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ നോർത്തും സൗത്തും 2 മാഗ്നറ്റ് നോർത്തും സൗത്തും ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണ് ഫീൽഡ് ലൈൻസ്, ഡ്രോ ദ ഫീൽഡ് ലൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രോ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ലൈൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് വരയ്ക്കാൻ കേട്ടോ. അപ്പം ഈ രീതിയിലായിരിക്കും ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് വരച്ച് തന്നെ പഠിക്കുക. അവിടെ ഓർക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോർത്ത് ടു സൗത്ത് ആണ്, ഡയറക്ഷൻ എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണെന്ന് മാത്രം ഓർത്തിരുന്നത് വെച്ചാൽ അത് വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. കാന്തിക മണ്ഡല രേഖകൾ നോർത്ത് ടു സൗത്ത് ആണ് ഓർത്തിട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വ്യത്യസ്ത രീതിയിൽ നമ്മൾ കണ്ടു അല്ലേ, കാന്തിക ധ്രുവങ്ങൾ വ്യത്യസ്ത രീതിയിൽ അടുത്ത് നോർത്ത് വന്നാലും നോർത്തും സൗത്ത് വന്നാലും എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പല പല കാര്യങ്ങളും പറയാം. എന്താണ് ഇതൊരിക്കലും ഞാൻ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞു, ഒരിക്കലും എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നില്ല കേട്ടോ, ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. ഒരുപോലെ ഉള്ള ധ്രുവങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരുവശങ്ങളിലേക്കും വളഞ്ഞു പോകും.
ഇല്ലേ? ഇനി സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോൾസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പം അതും ചോദിക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതൊരിക്കലും ഖണ്ഡിക്കുന്നില്ല, അതായത് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. വെൻ ലൈക്ക് പോൾസ് ഓഫ് ടു മാഗ്നറ്റിക് കം ക്ലോസ്. ലൈക്ക് പോൾസ് ഒരുപോലെ വരുവാണെങ്കിൽ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബെൻഡ് എവേ ഫ്രം ഈച്ച് അതർ. കണ്ടില്ലായിരുന്നോ? ലൈക്ക് പോൾസ് വരുക നമ്മൾ മുമ്പേ കണ്ടില്ല, എന്താ ഇങ്ങനെ നോർത്ത്. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇങ്ങനെ ബെൻഡ് എവേ അല്ലേ? അത് പരസ്പരം അകന്നു പോവുകയാണ്. ബെൻഡ് എവേ ഫ്രം അല്ലേ? ബെൻഡ് എവേ ഫ്രം ഈച്ച് അതർ. ഓരോന്നിൽ നിന്നും അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനി അൺലൈക്ക് പോൾസാ വരുന്നെങ്കിലോ, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗോ ഫ്രം നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ടു ദ സൗത്ത് പോൾ ഓഫ് ദി അതർ. ഇനി അൺലൈക്ക് പോൾസ് വരുവാണെന്നുണ്ടെങ്കിൽ, അൺലൈക്ക് ഇതാ നോർത്ത്, ഇത് സൗത്ത് പോവുകയാണെങ്കിൽ നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കേട്ടോ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും അവിടെ ഫീൽഡ് ലൈൻസ് വരുന്നത്. അപ്പം അതും കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ ആയല്ലോ? അപ്പം മനസ്സിലാക്കിയിരിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. അത് ക്ലോസ്ഡ് ലൂപ്പാണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഓർത്താണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആണ്. അത് ഒരുപോലെ ലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അൺലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, വരയ്ക്കാൻ പഠിക്കുക. ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഡയറക്ഷൻ നിങ്ങൾ ആരോ മാർക്ക് കൃത്യമായിട്ട് എഴുതിയിരിക്കണം, വരച്ചിരിക്കണം, നോട്ട് ചെയ്തിരിക്കണം കേട്ടോ. പ്രത്യേകം മാർക്കുണ്ട്. നോർത്ത് ടു സൗത്ത് ആണ്. പ്രത്യേകം പറയുന്നതിൻ്റെ കാര്യം, പിന്നെയും എടുത്തു പറയുന്നതിൻ്റെ കാര്യം, 10ാം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ മിക്ക കുട്ടികൾക്കും ഡൗട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇപ്പം തന്നെ മനസ്സിലാക്കി പോകുക കേട്ടോ. ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ ആയാലോ? അപ്പം ഇതാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ കണ്ടു. മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കണ്ടു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ക്ലിയർ ആയാലോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്ക് വേണ്ടിയുള്ള ബേസ് ആണ് ഇത്. 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഞാൻ 2 ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ മാഗ്നറ്റിസമായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസ് ആണിത്. ഈ ബേസ് തറവാക്കി തന്നെ പോകണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ബേസ് ആണ്, ഹയർ ക്ലാസ്സുകളിലേക്ക് വേണ്ട ബേസ് ആണ്. അത് കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പോർഷനുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.